ഹായ് ഓൾ. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ 2025 ജേണലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ജേണലല്ല, പ്ലാനറാണ് കേട്ടോ, ഇയർലി പ്ലാനർ. എല്ലാ വർഷവും ഞാൻ എടുക്കുന്ന ഡിസിഷനിൽ തെറ്റിക്കാറുള്ള ഒന്നാണ് പ്ലാനർ, ജേണൽ, ബുക്സൊക്കെ വാങ്ങാമെന്നുള്ളത്. ഇപ്രാവശ്യം അത് തെറ്റിച്ചു. അത് പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ല, മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം പ്ലാനർ വാങ്ങിയത്. എനിക്ക് എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്, മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്, അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രകൃതി തന്നെ നമ്മളത് ഓർമ്മിപ്പിക്കും, അപ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കുമെന്ന്. എനിക്കിതിപ്പോൾ ഓർമ്മ വരാൻ കാരണം എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ പേജസ് കൊടുത്തിട്ട് ഇതിൽ ചെയ്താൽ മതിയെന്ന് ഇപ്രാവശ്യം എനിക്ക് പറയാൻ സാധിച്ചില്ല. മക്കളൊക്കെ വലുതായി തുടങ്ങി, അവർക്ക് സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങി. 2025 പ്ലാനർ വാങ്ങിയതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി ഇതാണ് കേട്ടോ. പിന്നെ രണ്ടെണ്ണം എന്തിനാണ് വാങ്ങിയെന്ന് ചോദിച്ചാൽ, മോളത് യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കുശുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിഫറൻസ് എപ്പോഴും ഡോട്ടഡ് നോട്ട്ബുക്കിൽ ഇതുപോലെ വരച്ച് കളർ ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കവർ പേജാണ് കേട്ടോ, നല്ല ഡിസൈനാണ്. തിങ്കിങ് ബാക്ക് ലുക്കിംഗ് ഫോർവേഡ് എന്നൊക്കെ കോട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു കിഡ്സ് ഫ്രണ്ട്ലി പ്ലാനറൊന്നുമല്ല, നമ്മൾ അഡൾട്ട് യൂസ് ചെയ്യണത് തന്നെയാണ്. ഇതിൽ 1 ഇയറത്തെ വർക്കൗട്ട് ട്രാക്കറും പിന്നെ സേവിങ്സിൻ്റെ ട്രാക്കറൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്കത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവളതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി ട്രാക്കറും ഹോബി ട്രാക്കറൊക്കെ ആയിട്ട് മാറ്റും. ഇതിപ്പോൾ എനിക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട്. നോർമൽ ഒരു പ്ലാനറിനെ പോലെ തന്നെ ഫസ്റ്റത്തെ കുറച്ച് പേജസ് ഇയർ ഇൻ റിവ്യൂ എന്ന് ഉള്ള പോലെ 12 മന്തിൻ്റെ ഡീറ്റെയിൽസാണ്. നമുക്ക് ഡിസംബറൊക്കെ ആകുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു വർഷത്തെ 2025 ഇയർ എങ്ങനെയായിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മുടെ വാൾ പോസ്റ്റേഴ്സൊക്കെ പോലെ നല്ല കോട്ടൊക്കെ എഴുതിയിട്ടുള്ള ചെറിയ കാർഡുകൾ, അതുപോലെ തന്നെ വിഷസൊക്കെ അറിയിക്കാൻ പറ്റുന്ന താങ്ക് യു, കൺഗ്രാജുലേഷൻസ് അങ്ങനത്തെയൊക്കെ പറയുന്ന പോസ്റ്റൽ കാർഡ്സ് പോലത്തെ കാർഡുകളുണ്ട്. പിന്നെ ലാസ്റ്റത്തെ 2 പേജിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 2 പേജ് ഫുള്ളായിട്ട് സ്റ്റിക്കേഴ്സും ഉണ്ട്. ഈ പ്ലാനറിൻ്റെ ഫസ്റ്റത്തെ കുറച്ച് പേജസ് ഒരു വർഷത്തെ ട്രാക്കറും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മന്തിൻ്റെ കലണ്ടറും അതിൻ്റെ നോട്ട്സ് എഴുതാനുള്ള ഒരു പേജസ് ഒരു 7-8 പേജസ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് മന്തിൻ്റെ അങ്ങനെ ഒരു 12 എണ്ണം വരുന്നുണ്ട് നമ്മുടെ ഒരു വർഷത്തെ. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജേണലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തനിയെ ചെയ്യാനുള്ളതുകൊണ്ട് ചിലതൊക്കെ ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ അതെന്നെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ പ്ലാനറൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും 2025 അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റട്ടെ. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്ലാനറൊക്കെ വാങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിട്ട് സംസാരിക്കാനുള്ള ഒരു മീഡിയ എന്നുള്ള രീതിയിൽ ഒരു നോട്ട്ബുക്കും പെന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.